യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. Nimisha Priya case, we are closely following the developments there. As we had told you earlier also, that the government is extending all possible help in the matter, and we'll see how things go forward from here. അച്യുതൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇനി ഏക പ്രതീക്ഷ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള ഒരു ചർച്ചയും അവരെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുമോ എന്നതാണ്. അതിനെന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്ന ഇടപെടൽ? ഗോകുൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, ഈ നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും നൽകുന്നുണ്ട്, അത് തുടരും എന്നതും അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത്, ഇനി എന്താണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നത്, എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇനി ഉണ്ടാകുമെന്നതെല്ലാം നോക്കിക്കാണാം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നതിൻ്റെ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഇന്നലെ ഇറാൻ കൂടി ഇക്കാര്യത്തിലൊരു പിന്തുണ അറിയിക്കുകയുണ്ടായി. അതായത് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന ഒരു തീരുമാനം ഇറാനും ഇന്നലെ അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇതിലെന്തൊക്കെ തരത്തിലുള്ള ഇടപെടൽ അത് നയതന്ത്ര തലത്തിലേക്ക് കടക്കുമോ എന്നടക്കം ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. നിലവിലെ ഒരു പോംവഴി എന്നുള്ളത് ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബം മാപ്പ് നൽകുന്നതിലൂടെയായിരിക്കും ഒരു മോചനം സാധ്യമാവുക. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ എന്നതുകൂടി പരിശോധിച്ച് വരികയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗോകുൽ, മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ ഇടപെടലുകൾ നടത്തും എന്ന സൂചനയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.